ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറി ബേസ് ചെയ്തിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസാണ്. CSIR നെറ്റിനും ഗേറ്റ് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്, അല്ലെങ്കിൽ ഒരു മോഡലാണ് നമുക്ക് നോക്കുന്നത്. അതിൻ്റെ ബേസിക് ഐഡിയ നമുക്ക് നോക്കി പോകാം. അപ്പോൾ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ below is the character table of C3 point group the correct irreducible representation for CH3Cl will be. അപ്പോൾ നമുക്ക് ഇവിടെ C3 പോയിന്റ് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടർ ടേബിൾ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനകത്ത് ഏതാണ് അതിൻ്റെ കറക്റ്റ് ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4A1 + A2 + E. സെക്കൻഡ് ഓപ്ഷൻ A1 + A2 + 5E. തേർഡ് ഓപ്ഷൻ 4A1 + A2 + 5E ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ A2 + 5E. ഇവിടെ ക്ലോറോമീഥേൻ എന്ന് പറയുന്ന C3 പോയിന്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് അമോണിയയ്ക്ക് സിമിലർ ആയിട്ടുള്ള മോളിക്യൂളാണ് ക്ലോറോമീഥേൻ എന്ന് പറയുന്നത്. ക്ലോറോമീഥേൻ CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ആയിട്ട് അവിടെ എന്ത് വരുന്നു, -H ഒരു Cയിൽ വരുവാണ് ചെയ്യേണ്ടത്, CH3Cl. അപ്പോൾ നമുക്കറിയാം മീഥേൻ TD പോയിന്റ് ഗ്രൂപ്പാണ്, ടെട്രാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പ്. ഒരു ഹൈഡ്രജൻ മാറ്റി ഒരു ക്ലോറിൻ വരുവാണെങ്കിൽ C3 പോയിന്റ് ഗ്രൂപ്പ്. അത് ഓർത്ത് വെക്കുക, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റവും പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടറുമാണ് നമുക്ക് ആവശ്യം. ഇനി നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റം ഓരോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്പറേഷൻ ഉണ്ട്. ഈ ഓപ്പറേഷൻ, C3 ഓപ്പറേഷൻ ആൻഡ് സിഗ്മ ബി ഓപ്പറേഷൻ. ഈ ഓരോ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും എത്ര ആറ്റങ്ങൾ അൺഷിഫ്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് നോക്കിയാണ് നമ്മൾ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഓരോ ഓപ്പറേഷൻ ചെയ്യുമ്പം എങ്ങനെയാണ് ഈ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ബെസ്റ്റ് വരയ്ക്കുക. കാർബൺ, ഹൈഡ്രജൻ, H1 എന്ന് കൊടുക്കുകയാണ് ഇവിടെ, H3, H2, then Cl. ഇനി ഇവിടുത്തെ C3 പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C3 ആണ്. C3 എന്ന് പറയുന്നത് ക്ലോറിനിലൂടെയും അതുപോലെ തന്നെ കാർബണിലൂടെയും കടന്നു പോകുന്ന ആക്സിസ് ആണ് C3 ആക്സിസ്. ഇതിലെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും C3 അല്ല, H3 H2ൻ്റെ പൊസിഷനിലും H2 H1ൻ്റെ പൊസിഷനിലും H1 H3യുടെ പൊസിഷനിലുമായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കുക, C3 ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും H3 മൂവ് ചെയ്യും, H2 മൂവ് ചെയ്യും, H1 മൂവ് ചെയ്യാതെ നിൽക്കുന്നത്, അൺഷിഫ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ക്ലോറിനും അതുപോലെ തന്നെ കാർബണും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം C3 ആക്സിസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലോറിൻ ആൻഡ് കാർബൺ ആർ അൺഷിഫ്റ്റഡ്. അപ്പോൾ നമുക്ക് എഴുതുവാണെങ്കിൽ നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ് ഏതൊക്കെ ഓപ്പറേഷനാണ്, ഈ ഓപ്പറേഷനുണ്ട് 2C3 ആൻഡ് 3 സിഗ്മ ബി, പിന്നെ ക്യാരക്ടർ കൈയാണ് കൊടുക്കേണ്ടത്. ഇനി C3 ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും 2 ആറ്റംസ് ആണ് അൺഷിഫ്റ്റഡ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ C3 ഓപ്പറേഷൻ്റെ അവിടെ 2. ഇനി ഈ എന്ന് പറയുന്നത് ഡു നത്തിങ്, ഒന്നും ചെയ്യാതിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. അപ്പം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എങ്ങനെയാണ്, ക്ലോറിനും അതിൻ്റെ ഷിഫ്റ്റ് മാറുന്നില്ല, കാർബണും അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല, 3 ഹൈഡ്രജനും അതിൻ്റെ പൊസിഷനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും 5 എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും ആറ്റംസും അൺഷിഫ്റ്റഡ് ആറ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺഷിഫ്റ്റഡ് ആറ്റമായിട്ടാണ് മാറുന്നത്. ഇനി സിഗ്മ വി, അതും നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. അതും അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക, H1 H2 H3. ഇനി ആ സിഗ്മ വി എന്ന് പറയുന്നത് ക്ലോറിനിലൂടെയും കാർബണിലൂടെയും ഒരു ഹൈഡ്രജനിലൂടെയുള്ള ഒരു മിറർ പ്ലെയിനാണ്, അല്ലെങ്കിൽ പ്ലെയിനാണത് സിഗ്മ വി എന്ന് പറയുന്നത്. ഇനി H1 ആകാം, H2 ആകാം, H3 ആകാം, ഏത് കൊണ്ടാകാം. ഇത് H3 ആണ്. അപ്പം ആ മിറർ പ്ലെയിൻ വെക്കുമ്പോഴത്തേക്കും ക്ലോറിനും കാർബണും അതുപോലെ തന്നെ ഒരു ഹൈഡ്രജനും എന്തായിരിക്കും, അൺഷിഫ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അൺഷിഫ്റ്റഡ് ആറ്റം എന്ന് പറയുന്നത് അവിടെ 3 ആയിരിക്കും. ഇനി ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ഓർത്ത് പോകുക. ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ആണെങ്കിൽ അതിൻ്റെ കൈ എന്ന് പറയുന്നത് ക്യാരക്ടർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. C2 ആണെങ്കിൽ
അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. C3 ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിൻ്റെ സിഗ്മ വി, സിഗ്മ എച്ച് ആൻഡ് സിഗ്മ ഡി ഏതെങ്കിലും മിറർ പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ നോക്കുക, ഈ ക്യാരക്ടർ ഉണ്ട്, അതിൻ്റെ ഈയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് 3 ആണ്. ഇനി C3യുടെ ഉണ്ട്, C3യുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് 0 ആണ്. സിഗ്മ വി ഉണ്ട്, സിഗ്മ വിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ക്യാരക്ടറും അൺഷിഫ്റ്റഡ് ആറ്റങ്ങൾ തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 15, 0 ആൻഡ് 3. ഇത് എന്ന് പറയുന്നത് റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ആണിത്. റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ. പിന്നെ നോക്കിയാൽ മതി, റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ഓപ്ഷൻ ശരിയായി. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷനിൽ ഏതാണോ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനോട് ഈക്വൽ ആകുന്നത് അതായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം. റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 15, 0, 3. റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ 15, 0, 3. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, 4a1, a2 ആൻഡ് e. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4a1, a2, e ആണ്. അപ്പം 4a1 പ്ലസ് a2 പ്ലസ് e എന്ന് പറഞ്ഞാൽ നോക്കുക, എയുടെ ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് നോക്കിയേ, 1, 1, 1. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് a1 ഇവിടുത്തെ നമ്പർ എത്രയാണോ അതുകൊണ്ട് ഈ എല്ലാ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും, 4, 4, 4. ഇനി a2 1 ആണ്, a2ൻ്റെ ക്യാരക്ടർ 1, 1, -1. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 1, 1, -1. ഇനി ഇവിടെ ഈയുടെ ക്യാരക്ടർ, ഈയുടെ ഇവിടെ 1 ആണ്. അപ്പോൾ ഈയുടെയും എല്ലാ ക്യാരക്ടറിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2, -1, 0. ഇനി ചുമ്മാ ആഡ് ചെയ്യുക, നമുക്ക് കൂട്ടിയാൽ മതി. കൂട്ടുമ്പോഴത്തേക്കും ഈ എന്ന് പറയുന്നത് 5, 7, 4 ആൻഡ് 3. ഇവിടെ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 15, 0, 3 ആണ്. എന്നാൽ ഇവിടെ ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ 7, 4, 3 ആണ് വന്നിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ റോങ് ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം, a1, a2, 5e. a1 പ്ലസ് a2 പ്ലസ് 5e. പിന്നെ ഇവിടെ a1 1 ആണ്. അപ്പം 1, 1, 1. a2 1 ആണ്, 1, 1, -1. ദെൻ ഇവിടെ 5 ആണ് വന്നിരിക്കുന്നത്. 5 ആയതുകൊണ്ട് ഈയുടെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും 5 × 2 10 -5 0. ഇനി അടി നോക്കിയേ, 12, 3, -3, 0. അപ്പം ഇതും അല്ല, റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ല കിട്ടിയിരിക്കുന്നത്. റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ബിയും തെറ്റാണ്. ഇനി സി നോക്കാം, 4a1, a2 ആൻഡ് 5e. സി ഓപ്ഷൻ മായ്ച്ചു പോയ 4a1 പ്ലസ് a2 പ്ലസ് 5e. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എല്ലാവരും കണ്ടുപിടിച്ചെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, 4a1, a1 കറസ്പോണ്ടിങ് ആയിട്ട് നോക്കാം. a1 4, 4, 4. ഈ a2 1, 1, -1, 5, 5e ആണ്. അപ്പോൾ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 10 -5 0. ഇനി ആഡ് ചെയ്ത് നോക്കിയേ, 15, 0 ആൻഡ് 3. ഓക്കെ, റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും ഓപ്ഷൻ സിയിലെ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും ഈക്വലായി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് പറയുന്നത്. റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും ആൻഡ് ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ആർ ഈക്വൽ ഇൻ സി ഓപ്ഷൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഐഡിയ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ദ സിമ്പിൾ ഓഫ് ഇ ഇൻ പാർട്ട് 2 ഓഫ് ദി ക്യാരക്ടർ ടേബിൾ വിൽ ഡെഫിനറ്റ്ലി നോട്ട് കറസ്പോണ്ട് ടു. പാർട്ട് 2 ക്യാരക്ടർ ടേബിളിലെ പാർട്ട് 2 ഇ എന്ന് പറയുന്ന ടേമിന് കറസ്പോണ്ടിങ് അല്ലാത്ത ഓപ്ഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ മുള്ളിക്കൻ സിമ്പിൾ ഓഫ് ആൻ ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ, തേർഡ് ഓപ്ഷൻ ഡയമെൻഷൻ ഓഫ് ആൻ ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ. IR അല്ല, ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ആണ്. ഓപ്ഷൻ ഡി ലാസ്റ്റ് ഓപ്ഷൻ, ബോത്ത് ബി ആൻഡ് സി. ഇനി പോയിൻ്റ് ഗ്രൂപ്പിനകത്ത് ക്യാരക്ടർ ടേബിളിനകത്ത് ഏതൊക്കെ പാർട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പാർട്ട് 1 ഇത്, പാർട്ട് 2 ഇവിടെയാണ് നമ്മുടെ ഓപ്പറേഷൻ ഇ, C2, C3, സിഗ്മ H എന്നൊക്കെ സിഗ്മ ബി എന്നൊക്കെ എഴുതുന്നത്. ദെൻ പാർട്ട് 3 ഇവിടെയാണ് ഡയമെൻഷൻ A1 ആണ്, A ആണോ B ആണോ E ആണോ T ആണോ A1 A2 അതൊക്കെ വിട്ട് എഴുതുന്നത്. ദെൻ പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6. ഇനി ഈ തേർഡ് പാർട്ടിലെ ഡയമെൻഷനെ തീരുമാനിക്കുന്നത് ഇ എന്ന് പറയുന്ന ക്യാരക്ടറിന് താഴെ വരുന്ന ഫോർത്ത് പാർട്ടിൽ ഏതാണോ വരുന്നത്. 1 ആണെങ്കിൽ അത് A1 A ആകാം, B ആകാം. ഇനി 2 ആണെങ്കിൽ E ആണ്, 3 ആണെങ്കിൽ T ആണ്. അപ്പം ഡയമെൻഷൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ തീരുമാനിക്കുന്നത് ഫോർത്ത് ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഫോർത്ത് പാർട്ടിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനോട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ആയിരിക്കും. 1 ആണെങ്കിൽ A1 ആകാം, A ആകാം, B ആകാം. 2 ആണെങ്കിൽ E ആയിരിക്കും, 3 ആണെങ്കിൽ T ആയിരിക്കും. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാർട്ട് 2 ഇയുടെ ടൈമാണ് അല്ലേ. പാർട്ട് 2 അതായത് ഈ ടൈമിൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് അല്ലാത്ത ഡെഫിനറ്റ്ലി നോട്ട് കറസ്പോണ്ട് ടു. ഈ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്, അത് കറക്റ്റാണ്. പക്ഷേ നമുക്ക് ആവശ്യം നോട്ട് കറസ്പോണ്ടിങ് ആണ്, അപ്പം ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ഇനി മുള്ളിക്കൻ സിമ്പിൾ ഓഫ് ആൻ ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ, മുള്ളിക്കൻ സിമ്പിൾ ഇവിടെയാണ് കൊടുക്കുന്നത്. പാർട്ട് 4 മുള്ളിക്കൻ സിമ്പിൾസ് കൊടുക്കുന്നത്, 1, -1, 0 അതൊക്കെ കൊടുക്കുന്നത്. അപ്പം പാർട്ട് 2 മുള്ളിക്കൻ സിമ്പിൾസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയമെൻഷൻ ഓഫ് ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ. ഡയമെൻഷൻ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു തേർഡ് ഓപ്ഷനിലാണ് നമ്മൾ എഴുതേണ്ടത്. A1 ആണോ A2 ആണോ B1 ആണോ E ആണോ അതൊക്കെ തീരുമാനിക്കുന്നത് ഡയമെൻഷനാണ്. അപ്പോൾ നോക്കുക, മുള്ളിക്കൻ സിമ്പിൾസിൻ്റെ കറസ്പോണ്ടിങ്ങോടെ ആയിരിക്കും നമ്മളിവിടെ പാർട്ട് 3 A, B, E ഒക്കെ എഴുതുന്നത്. അപ്പം ഇതും ഈയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരില്ല എങ്കിൽ പോലും പാർട്ട് 4 മുള്ളിക്കൻ സിമ്പിൾസിനോട് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും 3 വരുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ പാർട്ട് 2 ഇക്ക് ആയിട്ടുള്ള ടേം അല്ല സി പറയുന്നത്. നോക്കുക, ഓപ്ഷൻ ബിയും ശരിയാണ്, ഓപ്ഷൻ സിയും ശരിയാണ്. അപ്പം ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ബോത്ത് ബി ആൻഡ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോൾ ദ ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഉണ്ട്. 4 ഓപ്ഷൻ ഉണ്ട്. അതിനകത്തെ 3 തെറ്റാണ്, 1 ശരിയാണ്. ഓരോ ഓപ്ഷൻ ശരിയാണ്. അപ്പം നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാമെന്ന് ചിന്തിക്കുക. എല്ലാവരും കണ്ടുപിടിച്ച് കാണുന്നു കരുതുന്നു. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നോക്കാം, BCl3 ആൻഡ് NO3-. ഇവിടെ സ്ട്രക്ചർ നോക്കാം. BCl3യുടെ സ്ട്രക്ചർ Cl, 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 അതുപോലെ NO3. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും BCl3ക്ക് 3 ബോണ്ട് പെയർ ഉണ്ട്, 0 ലോൺ പെയർ. ബോറോണിൻ്റെ നോക്കിയാൽ മതി. ബോറോണിന് 3 ബോണ്ട് പെയർ ഉണ്ട്, 0 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാർ ആയിരിക്കും. ട്രയഗണൽ പ്ലാനാർ. NO3ക്കകത്ത് നൈട്രജനെ നോക്കുക. നൈട്രജനകത്ത് 0 ലോൺ പെയർ, 3 ബോണ്ട് പെയർ. ഈ ഡബിൾ ബോണ്ട് നോക്കേണ്ട കാര്യമില്ല. 3 ബോണ്ട് പെയർ ഉണ്ട്, 0 ലോൺ പെയർ ഉണ്ട്. അപ്പം അത് തന്നെയായിരിക്കും, സെയിം സ്ട്രക്ചർ തന്നെയായിരിക്കും, ജോമെട്രി തന്നെയായിരിക്കും, ട്രയഗണൽ പ്ലാനാർ. അപ്പം 2 ജോമെട്രി സെയിം ആണ്. അതുകൊണ്ട് തന്നെ 2ൻ്റെയും പോയിന്റ് ഗ്രൂപ്പ് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ജോമെട്രി സെയിം ആണ്, അതുകൊണ്ട് തന്നെ പോയിന്റ് ഗ്രൂപ്പ്സ് ആർ സെയിം. ഓക്കെ, പോയിന്റ് ഗ്രൂപ്പ്സ് ആർ, PG ഗ്രൂപ്പ്സ് ആർ സെയിം. NO3 ആൻഡ്
BCl3. ഇനി SF4 ആൻഡ് CCl4. SF4 നോക്കാം. അതിൻ്റെ സൾഫർ, സെൻട്രൽ ആറ്റം സൾഫർ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ സൾഫറിന് ചുറ്റും 4 ബോണ്ട് പെയർ ഉണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സീസോ സ്ട്രക്ചർ ആയിരിക്കും. ഇനി CCl4 നമുക്ക് CH4 എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്. CCl4 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? CH അല്ല, Cl ആണ്. Cl നോക്കുക. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലായിരിക്കും. SF4 സീസോ സ്ട്രക്ചറും CCl4 ടെട്രാഹെഡ്രൽ. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ല. ഓപ്ഷൻ എയ്ക്കകത്ത് 2 എണ്ണവും സെയിം ആണ്, ഓപ്ഷൻ ബിക്കകത്ത് 2 എണ്ണവും ഡിഫറെൻ്റ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിക്കകത്ത് PtCl4 നമുക്കറിയാം സ്ക്വയർ പ്ലാനറാണ്. ഓപ്ഷൻ ബിക്കകത്ത് 2 എണ്ണത്തിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പോയിന്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും. ഇനി ഓപ്ഷൻ സിക്കകത്ത് PtCl4 സ്ക്വയർ പ്ലാനറും CH4 എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. അപ്പം രണ്ടിൻ്റെയും ജോമെട്രി ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ പോയിന്റ് ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഒരേ പോയിന്റ് ഗ്രൂപ്പുള്ള മോളിക്യൂൾസ് ഏതാണോ അതായിരിക്കും കറക്റ്റായിട്ട് വരേണ്ടത്. ഇപ്പോൾ ഓപ്ഷൻ ബിക്കകത്തും 2 എണ്ണം ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ഇതില്ല. ഓപ്ഷൻ സിക്കകത്ത് 2 എണ്ണം ഡിഫറെൻ്റ് ആണ്, ഇതുമല്ല. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡിക്കകത്ത് നോക്കിയേ, Fe3 ആണ്. Fe3+ ആണ്. അയണിൻ്റെ ഓക്സിജൻ 3 ആണ്, +3 ആണ്. Fe3+ H2O6, കോപ്പർ 2 H2O6, രണ്ടും 6 ലിഗാൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതായിരിക്കും നമ്മൾ പറയേണ്ടത്? അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സ്ട്രക്ചർ ഒക്ട്രാഹെഡ്രലായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് എഴുതും? ഓപ്ഷൻ എയ്ക്കകത്ത് 2 എണ്ണത്തിൻ്റെയും സ്ട്രക്ചർ സെയിം ആണ്, അതുപോലെ തന്നെ പോയിന്റ് ഗ്രൂപ്പ് സെയിം ആണ്. ഇവിടെ ഓപ്ഷൻ ഡിക്കകത്ത് 2ൻ്റെയും ജോമെട്രി സെയിം ആണ്, സ്ട്രക്ചർ സെയിം ആണ്, പോയിന്റ് ഗ്രൂപ്പും സെയിം ആയിരിക്കും. അപ്പോൾ ഏതെഴുതും നിങ്ങൾ? ഓപ്ഷൻ ഡി, ഓപ്ഷൻ എ. ഓപ്ഷൻ ഡി എഴുതുവാണെങ്കിൽ അത് തെറ്റായിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ Fe3 ആണല്ലേ. Fe3 പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2G EGയിലെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1 2 3 4 5 5 ഇലക്ട്രോൺസ് ആയിരിക്കും. T2G സിമെട്രിയാണ്, EG സിമെട്രിയാണ്. എന്നാൽ Cu2+ എന്ന് പറയുമ്പോഴത്തേക്കും 9 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാകുക. 1 2 3 4 5 6 7 8 9. T2G സിമെട്രിയാണ്, ബട്ട് EG നോട്ട് സിമെട്രിക്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും? ജോൺ ടെല്ലർ ഡിസ്ട്രോഷൻ ഫോം ചെയ്യും. ജോൺ ടെല്ലർ ഡിസ്ട്രോഷൻ ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ കോപ്പറിൻ്റെ ഈ കോംപ്ലക്സ് പെർഫെക്റ്റ് ഒക്ട്രാഹെഡ്രൽ ഷേപ്പ് അല്ല, അതിന് ഡിസ്റ്റോർട്ടഡ് ഒക്ട്രാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പിനും ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഓർത്തിട്ട് പോയിന്റ് ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ വിട്ടേക്കുക. ഒക്ട്രാഹെഡ്രൽ പെർഫെക്റ്റ് ഒക്ട്രാഹെഡ്രൽ ജോമെട്രി അല്ല കോപ്പർ 2 കോംപ്ലക്സിന് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒക്ട്രാഹെഡ്രൽ ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അയൺ കോംപ്ലക്സ് Fe3 കോംപ്ലക്സ് പെർഫെക്റ്റ്ലി ഒക്ട്രാഹെഡ്രലായിരിക്കും. കാരണം T2G EG സിമെട്രിക്കലി അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പം ജോൺ ടെല്ലർ ഡിസ്ട്രോഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഓപ്ഷൻ ഡി റോങ് ആയിട്ട് മാറുന്നത്. അപ്പം ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഓക്കെ, ഇതുപോലെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെറ്റ് എക്സാമിന് ഗേറ്റ് എക്സാമിന് ചോദിക്കുക. അപ്പം നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫോർ ദ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ S8 the number of operation will be. S8 ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ എത്ര S8 ആണ് റൊട്ടേഷൻ ഉള്ളത്, ഇംപ്രോപ്പർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഓപ്പറേഷൻ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കുക എളുപ്പ മാർഗമുണ്ട്. ഇവിടെ ഇംപ്രോപ്പർ ആക്സിസിൻ്റെ സിമ്പിൾ SN. ഇവിടെ എന്നിൻ്റെ വാല്യൂ ഓടാണെങ്കിൽ എത്ര ഓപ്പറേഷൻ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓപ്പറേഷൻ വിൽ ബി എത്രയാണ്? n-1 ഓപ്പറേഷൻ ആയിരിക്കും ഉണ്ടാകുക. അതായത് എൻ്റെ വാല്യൂ 7 ആണെങ്കിൽ
6 ഓപ്പറേഷൻ ആയിരിക്കും. 3 ആണെങ്കിൽ 2 ഓപ്പറേഷൻ, 5 ആണെങ്കിൽ 4 ഓപ്പറേഷൻ. ഇവിടെ എസിൻ്റെ വാല്യൂ 8 ആണ്, ഈവൻ നമ്പറാണ്. ഇനി അതും നോക്കാം. ഇനി ഈവൻ ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു ഈവൻ നമ്പർ. ഈവൻ നമ്പർ ഓഫ് ഓപ്പറേഷൻ വിൽ ബി n/2 ആയിരിക്കും. അപ്പോൾ നോക്കുക, എന്നിൻ്റെ വാല്യൂ 8 ആണ്. 8/2 ഇസ് ഈക്വൽ ടു 4. 4 ഓപ്പറേഷൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.